vobiscum, mare vobiscum, Domine. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കുരിശ് വരയ്ക്കാം, തുടങ്ങിയാലോ? അപ്പോൾ കൈ തുറന്ന് പിടിച്ചു. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഒരു കുഞ്ഞ് പ്രാർത്ഥന തുടങ്ങാം. നമുക്ക് തുടങ്ങിയാലോ? കൈ കുപ്പിക്കേ, കണ്ണടച്ച് തുടങ്ങാം. സ്നേഹിതാവായ ദൈവമേ, ഇന്ന് പഠിക്കുന്നവ ഹൃദയത്തിൽ അങ്ങ് സ്പർശിച്ചുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ് എന്താ പഠിച്ചേ? നമ്മൾ മംഗളവാർത്ത കണ്ട്. പിന്നെന്താ കണ്ടേ? ആരെ പറയുന്നുണ്ടല്ലോ അവിടെ? മേരി പറയുന്നുണ്ടല്ലോ അവിടെ. എന്താണ്? സുന്ദര കവാടം അല്ലേ? സുന്ദര കവാടമാണ് നമ്മൾ കണ്ടത്. അവിടെ എന്താ സംഭവം? എന്താ സുന്ദര കവാടത്തിൽ എന്താ കാര്യം? എന്താണ്? ഒരു തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നു. കൊള്ളാം. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ നാമം പരിശുദ്ധമാണെന്ന് പഠിച്ചോ? ഇനി എന്താ പഠിച്ചേ? ഒന്ന് പറഞ്ഞേ, ജോയൽ ഒന്ന് പറഞ്ഞേ. കേട്ടില്ല. ദൈവത്തിൻ്റെ നാമം പരിശുദ്ധമാണ്. ദൈവത്തിൻ്റെ നാമം അനാവശ്യമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെന്താ പറഞ്ഞേ? ആണയിടരുത്, സത്യം ചെയ്യരുത്. ഇനി അത് മാത്രം മതിയോ? ഇല്ല. എന്താണ്? വൈദികരെയും സന്യസ്തരെയും അൽമായരെയൊക്കെ ബഹുമാനിക്കണം. വിശുദ്ധരെക്കുറിച്ചും പരിശുദ്ധ കന്യാമറിയത്തെക്കുറിച്ചും ആദരവോടെ സംസാരിക്കാൻ പാടുള്ളൂ. ആണോ? അപ്പം യേശുവിൻ്റെ മക്കൾ അങ്ങനെയാണോ ചെയ്യേണ്ടത്? അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പം എന്താ സാറ് പറഞ്ഞേ? എന്താ കച്ചവടം പറഞ്ഞേ? ഒന്ന് പറഞ്ഞേ ജിൻസി, ഒന്ന് പറഞ്ഞേ. എന്തൊക്കെയാണ്? വൈദികരെ, കേട്ടില്ല, വൈദികരെ, സന്യസ്തരെ, പിന്നെ ആരൊക്കെയാ? അൽമായരെ. എന്താ അൽമായര്? നിങ്ങളെ പഠിപ്പിക്കുന്ന സാറുമാരുണ്ട് അല്ലേ? ഉണ്ടോ? ഉണ്ട്. ബഹുമാനിക്കും. അത് മാത്രം മതിയോ? മുതിർന്നവരെയൊക്കെ ബഹുമാനിക്കണം. ബഹുമാനിക്കുമോ? ബഹുമാനിക്കും. ഇത് മാത്രം പോരാ. സാറൊരു പടം കാണിക്കും. ഇതിലൊക്കെ നോക്കിക്കേ, കണ്ടോ? എന്താ ഇതുമേള? ഇത് എവിടെ കണ്ടിരിക്കുന്നത്? കുർബാനയ്ക്ക് അല്ലേ? കണ്ടോ? കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന വിശിഷ്ട വസ്തുക്കളാണ് അല്ലേ? ഇവിടെ കാസയുണ്ട്, കണ്ടോ? ഇവിടെ കാസയുണ്ട്, കണ്ടോ? അച്ഛൻ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ കണ്ടോ? വിശുദ്ധ ഗ്രന്ഥം, ആരാധനയ്ക്ക് ഉപയോഗിക്കുന്ന റെളിക്ക. എന്തിനാ സാർ ഇങ്ങനെ കാണിക്കുന്നത് അല്ലേ? വർഗീസ് വെച്ചിട്ടുണ്ട്. ഇതെന്താ സാർ ഇങ്ങനെ കാണിക്കുന്നത് അല്ലേ? പറയാട്ടോ. അതായത് നമ്മൾ ദൈവത്തെ ബഹുമാനിക്കുന്നിടത്തോളം, ദൈവത്തിൻ്റെ നാമം ബഹുമാനിക്കുന്നിടത്തോളം നമ്മൾ എന്തു ചെയ്യണം? ബലിക്ക് ഉപയോഗിക്കുന്ന വിശിഷ്ട വസ്തുക്കളും എന്ത് ചെയ്യണം? ഭക്തിപൂർവം കൈകാര്യം ചെയ്യണം. ഇപ്പം എനിക്കറിയാം നമ്മുടെ ജോയിലും മേരിയും അൾത്താരയിൽ നിൽക്കുന്നുണ്ട് അല്ലേ? അൾത്താര ശുശ്രൂഷയിൽ അച്ഛനെ സഹായിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു. അൾത്താര ബാലകനുമാണ്, അൾത്താര ബാലികയുമാണ്. ഇപ്പം നമുക്കൊന്ന് കൈയടിച്ചാൽ പ്രോത്സാഹിപ്പിക്കണ്ടേ? കൈയടിച്ചേ. ഓക്കെ. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? നല്ല കാര്യമാണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ തെറ്റ് വരാം. അപ്പോൾ എന്ത് ചെയ്യണം? എന്താ ചെയ്യണ്ടേ? പറഞ്ഞു തരുന്ന പോലെ തിരുത്തി ഇനി ആവർത്തിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുമോ? കൊണ്ടുപോകും. അപ്പോൾ ഈ വിശിഷ്ട വസ്തുക്കളെയും ഇവിടെ കാണിച്ച വിശിഷ്ട വസ്തുക്കൾ നിങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? വളരെ സ്നേഹത്തോടെ, എങ്കിൽ ആദരവും ബഹുമാനവും ഒട്ടും കുറയ്ക്കാതെ എന്ത് ചെയ്യണം? വിശുദ്ധ ബലിവസ്തുക്കളെ എന്ത് ചെയ്യണം? കൈകാര്യം ചെയ്യണം. ചിലപ്പോൾ ഒരുപക്ഷെ ഒരു ഓസ്തി കൊണ്ട് വെക്കാനായിരിക്കും നിങ്ങളെ വിളിക്കുന്നത്. എവിടെ? നമ്മുടെ കാഴ്ചവെപ്പിന്. ഇപ്പം എന്ത് ചെയ്യണം? വളരെ ബഹുമാനത്തോടെ, എങ്കിൽ ഈശോയോടുള്ള ഒത്തിരി സ്നേഹത്തോടെ. എങ്ങനെ വേണം? ഒത്തിരി സ്നേഹത്തോടെ, വളരെ സന്തോഷിച്ച്, ഇല്ലേ? എനിക്ക് വേണ്ടി വന്ന ഈശോയാണെന്ന് കരുതി മുന്നോട്ട് പോകണം.
പോകുവോ? ചെയ്യുവോ? ചെയ്യും. നമുക്ക് നമ്മുടെ പാഠഭാഗത്തിലെ ചോദ്യത്തിനുള്ളിൽ പോയാലോ? നോക്കാം. ഒന്നാമത്തെ ചോദ്യം സാറ് പറയും, പറഞ്ഞ സമ്മാനം ഉണ്ടേ, ആര് തരും? ആര് തരും? അപ്പച്ചനും അമ്മച്ചും തരും കേട്ടോ. നോക്കാം. ഓക്കെ, ഒന്നാമത്തേത്, ഏഷ്യാ പ്രവാചകന് ഉണ്ടായ ദർശനം എന്ത്? ചോദ്യം മനസ്സിലായോ? ഏഷ്യാ പ്രവാചകന് ഉണ്ടായ ദർശനം എന്ത് ചെയ്യണം? ഒട്ടനെ ഓർമ്മ പോകണം. എവിടെ? ആ ദർശനത്തിലോട്ട്. കർത്താവ് മഹത്വപൂർണനായിട്ട് സിംഹാസനത്തിൽ ഇരിക്കുന്നു. സെറാഫുകൾ ചുറ്റി നിൽപ്പുണ്ടോ? എത്ര ചിറകാണ് സാറ് പറഞ്ഞത്? പറഞ്ഞേ ജിൻസി, പറഞ്ഞേ എത്ര ചിറകാണ്? 6 ചിറക്. കൊള്ളാട്ടോ, നന്നായിട്ടുണ്ട്, നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 6 ചിറകുള്ള സെറാഫുകൾ നിൽക്കണ, അവരെന്ത് പറയുന്ന? പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ഉദ്ഘോഷിക്കും. പഠിച്ചില്ലേ? പഠിച്ചോ? അടുത്ത ചോദ്യം, ദൈവത്തിനെ യാഹ്വേ എന്ന് വിളിക്കാൻ ഇസ്രായേൽക്കാരെ പ്രേരിപ്പിച്ചത് എന്താണ്? അല്ലേ, അവർക്ക് എന്താണ്? ദൈവത്തോടുള്ള ഭയഭക്തി ബഹുമാനം കൊണ്ട് അവരെന്ത് ചെയ്യത്തില്ല? നേരിട്ടൊരു പേര് വിളിച്ചില്ല, പകരം ഒരു പേര് വിളിച്ചു. എന്താണ്? യാഹ്വേ. അർത്ഥം എന്താ? ആയിരിക്കുന്നവൻ. അർത്ഥം എന്താണ്? ആയിരിക്കുന്നവൻ. നമ്മൾ പാഠഭാഗത്തിലൂടെ പോകുമ്പോൾ നമുക്കത് മനസ്സിലാവും കേട്ടോ. ആയിരിക്കുന്നവൻ. ഒന്നും കൂടെ വായിച്ചു നോക്കണം കേട്ടോ. ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചിട്ടേ ഇതിലോട്ട് വരാവുള്ളൂ. നമ്മൾ പഠിച്ചുകൊണ്ട് സാറ് പറയുന്നതേ ഉള്ളൂ. നന്നായിട്ട് വായിച്ചു നോക്കണം കേട്ടോ. ആയിരിക്കുന്നവൻ, അത് മറന്നു പോകരുത്. യാഹ്വേ ആയിരിക്കുന്നവൻ. 3, 2-ാം പ്രമാണത്തിലൂടെ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് എന്താണ്? എന്തൊക്കെ ചെയ്യണമെന്ന് സാറ് പറഞ്ഞു തന്നേ? എന്തൊക്കെയാ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നേ? ദൈവത്തിൻ്റെ നാമം പരിശുദ്ധമാണ്. അനാദരവോടുകൂടി എന്ത് ചെയ്യാൻ പാടില്ല? ഉപയോഗിക്കാൻ പാടില്ല. ഉപയോഗിക്കാൻ പാടുണ്ടോ? പാടില്ല. സത്യം ചെയ്യാൻ പാടുണ്ടോ? സത്യം ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? മനസ്സിലായി. അടുത്തിലോട്ട് പോവാം. മോശയ്ക്ക് ദൈവം തന്നെ വെളിപ്പെടുത്തിയത് എങ്ങനെയാ? അപ്പം നമുക്ക് എങ്ങോട്ട് പോകണം? നേരെ എവിടെ പോകണം? ഹോറേബ് മലയിലോട്ട് പോകണം. എങ്ങനെയാണ്? ഹോറേബ് മലയിൽ മോശ ആടുകളെ മേയിച്ചു വരുമ്പോൾ എന്താ കണ്ടത്? ജോയലേ ശ്രദ്ധിച്ചേ, എന്താ കണ്ടെന്തുവാ? എന്താണ്? മുൾപ്പടർപ്പ് നിന്നിങ്ങനെ കത്തുന്നു. ചാരം പോകുന്നുണ്ടോ? ചാരമുണ്ടോ അവിടെ? കിട്ടിയോ? അപ്പം എന്താണ് അവിടെ? എന്ത് പറഞ്ഞു? എൻ്റെ ഇസ്രായേൽ ജനത്തിനെ ഇവിടെ ആരോട് പറയണം? ഫറവോട് പറയണം പോയിട്ട്, അല്ലേ? അങ്ങനെ മോശ പോയി. അപ്പോൾ ഒന്നുകൂടി ചോദിച്ചു. എന്താ ചോദിച്ചേ? എന്നെ ഓർപ്പിച്ച് കൊള്ളാട്ടോ. എന്താ ചോദിച്ചത്? എന്താ? ആര് വിളിച്ചു എന്ത് പറയുന്നു? എന്താ പറഞ്ഞ? അബ്രഹാത്തിൻ്റെ, ഇസഹാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവം. നമ്മൾ പഠിച്ചില്ലായിരുന്നോ? അത് അല്ലേ? അപ്പോൾ അബ്രഹാത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. എന്താ? ദൈവത്തിൻ്റെ നാമം വൃഥാ ഉപയോഗിക്കരുത് എന്ന് പറയാനുള്ള കാരണം എന്താണ്? അവസാന ചോദ്യമാണ്. എന്തായിരിക്കും കാരണം? എന്തായിരിക്കും? ഒന്ന് പറഞ്ഞേ. ടെക്സ്റ്റ് ഒന്നും നോക്കണ്ട, ടെക്സ്റ്റ് നോക്കാതെ പറഞ്ഞാൽ മതി. എന്തായിരിക്കും കാരണം? എന്തായിരുന്നു അത്ഭുതം നടന്നത്? തളർവാദ രോഗി എന്ത് ചെയ്ത്? സുഖപ്പെട്ട്, അല്ലേ? യേശുവിൻ്റെ നാമം പറഞ്ഞപ്പോൾ ഉടനെ തന്നെ 2 കാലിലും ബലം വന്നിട്ട് എണീറ്റ് നിന്നു. ആണോ? എണീറ്റ് നിന്നോ? എണീറ്റ് നിന്നു, അല്ലേ? അപ്പം അത്ഭുതമുള്ള നാമമല്ലേ? അപ്പം എന്ത് ചെയ്യാൻ പാടില്ല? വൃഥാ ഉപയോഗിക്കാൻ പാടില്ല. പാടുണ്ടോ? പാടില്ല. പിന്നെന്ത് പറഞ്ഞില്ല? ആണയിടാൻ പാടുണ്ടോ? ആണയിടാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് ദൈവത്തിന് നാം പരിശുദ്ധമായതുകൊണ്ടും ഭയഭക്തിയോടെ, സാർ എന്താ പറഞ്ഞേ? എന്നാൽ സ്നേഹത്തോടെ. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോൾ എൻ്റെ മക്കൾ നോട്ട് പുസ്തകങ്ങൾ എഴുതണം, ടീച്ചറിനെ കാണിക്കണം കേട്ടോ. അപ്പം നമുക്കൊരു ചെറിയ ആക്ഷൻ സോങ് ആയാലോ? പഠിക്കാം? കൂടെ കളിക്കുമോ? ഇഷ്ടമാണോ? ഇപ്പം നമുക്കൊരു ചെറിയ ആക്ഷൻ സോങ് പഠിക്കാം. അത് നിത്യപൂ
അധിപനാണു നീ നാഗസൈന്യത്തിനും നീയുമായി വാണിടുന്ന സിദ്ധർക്കുമേ അവരുമൊത്തു ഞങ്ങളും സ്തുതിച്ചിടും നിതാ നിത്യസത്യദൈവമേ ഹല്ലേലൂയാ. അധിപനാണു നീ നാഗസൈന്യത്തിനും നീയുമായി വാണിടുന്ന സിദ്ധർക്കുമേ അവരുമൊത്തു ഞങ്ങളും സ്തുതിച്ചിടും നിതാ നിത്യസത്യദൈവമേ ഹല്ലേലൂയാ. എൻ്റെ കുഞ്ഞുമക്കൾക്ക് ആക്ഷൻ സോങ് ഇഷ്ടമായോ? എല്ലാവരും നന്നായി കളിച്ചിട്ടുണ്ട് കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് ഒരു കുഞ്ഞു പ്രാർത്ഥനയോടെ അവസാനിക്കാം. കൈകൾ കൂപ്പി കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങൾക്ക് ജ്ഞാനം പകരണമേ. ഞങ്ങൾ പഠിച്ചവ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.